എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നു. ഞാൻ ഇന്ന് രാവിലെ ഒരു ന്യൂസിൽ വായിച്ചു, ആലപ്പുഴ ജില്ലയിലെ ഒരു 35-40 വയസ്സിനിടയിലുള്ള ഒരു ചെറുപ്പക്കാരൻ അവന്റെ മാതാപിതാക്കളെ, സ്വന്തം പെറ്റ അമ്മയെയും അച്ഛനെയും കുത്തിക്കൊന്നു ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ വെച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ അമ്മക്കും അച്ഛനും സ്വാതന്ത്ര്യമുണ്ടോ? എവിടെ പോയി ഇവിടെ സ്വാതന്ത്ര്യം? 1947 ഗാന്ധിജി, മഹാത്മാഗാന്ധി വാങ്ങിത്തന്ന സ്വാതന്ത്ര്യം ഇന്ന് നമുക്കുണ്ടോ? അങ്ങനെയെങ്കിൽ ആ മാതാപിതാക്കൾക്ക് ഇന്ന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ? നമ്മൾ അടുത്ത കാലത്തല്ല നമ്മുടെ കഴിഞ്ഞു പോയത്. പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷഹബാസ്, ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനത്തിനിരയായിക്കൊണ്ട് കൊല്ലപ്പെട്ടു. എന്നിട്ട് നമ്മുടെ നിയമം എന്തു ചെയ്തു? മാറേണ്ടത് എന്താണ്? നിയമമാണ്. കട്ടവന്റെ കൈ മുറിക്കുക, കൊന്നവനെ കൊല്ലുക എന്നൊരു നിയമം അറബ് രാജ്യത്തുള്ള നിയമം എന്ന് ഈ കേരളത്തിൽ വരുന്നോ അന്നാണ് നമ്മുടെ ഈ നിയമങ്ങളൊക്കെ മാറുക. എന്നാണ് നമ്മുടെ നിയമങ്ങൾ മാറുന്നത്, അന്നാണ് നമുക്ക് ശാന്തിയും സമാധാനവും സ്വാതന്ത്ര്യവും ഉണ്ടാവുക. ഈ അടുത്തല്ലേ 5 പേരെ നുറുക്കിക്കൊന്ന ഒരു യുവാവ്, അവനെ നിയമം എന്ത് ചെയ്തു? ഷഹബാസിന്റെ കൊലയാളികളെ നിയമം എന്താണ് ചെയ്തത്? തീറ്റിപ്പോറ്റി ഉണ്ടാക്കുക എന്നല്ലാതെ അവർക്ക് നിയമം ശാസിക്കുന്ന എന്ത് ശിക്ഷയാണ് അവർക്ക് കൊടുത്തത്? അപ്പൊ ഇതൊക്കെ ഇല്ലാതെ എന്ത് സ്വാതന്ത്ര്യമാണ് നമുക്ക് നമ്മുടെ കേരളത്തിലുള്ളത്? നിങ്ങളൊന്ന് അഭിപ്രായം പറയും. ഇന്നത്തെ ആലപ്പുഴയിലെ ന്യൂസ് വായിച്ചപ്പോൾ ചങ്ക് പിടഞ്ഞു പോയി. കാരണം പെറ്റ തള്ളയെ ഒരു ദാക്ഷിണ്യവും കൂടാതെ കുത്തിക്കൊന്നെങ്കിൽ ഇതിനെല്ലാം കാരണം ലഹരിയല്ലേ? എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ ഇതിനൊരു മാറ്റം വരുത്തുന്നില്ല? ശരിക്കും സർക്കാർ ഇറങ്ങിയാൽ നമുക്ക് ലഹരി തുരത്തി ഓടിക്കാം. എന്തുകൊണ്ട് അതിനൊരു നിയമം വരുന്നില്ല? എവിടേക്കാണ് നമ്മുടെ ഈ കൊച്ചു കേരളം പോയിക്കൊണ്ടിരിക്കുന്ന പ്രിയ കൂട്ടുകാരെ? ഇങ്ങനത്തെ എടങ്ങേറ് മുസീബത്തുകളിൽ നിന്നും അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഈ ലഹരി, അതുപോലെ തന്നെ ലഹരി മാഫിയകള്, അവരെയൊക്കെ ഇഞ്ചോടിഞ്ച് നേരിടാനുള്ള ഒരു കരുത്ത് നമുക്ക് അള്ളാഹു തആല നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.